ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് അതിലായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യച്ചീരയുടെ പൂവാണ് എടുക്കുന്നത്. അതിപ്പം രാവിലെയാണ് കിട്ടിയത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവാണ്. അത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പം അത് കഴുകി അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എല്ലാം എടുത്ത് മാറ്റി നന്നാക്കി എടുക്കുകയാണ്. അരയ്ക്കാന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയ്ക്കണ്ട, അത് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ അത് കുഴകുഴയായി പോകും. പിന്നെ അത് പാടുമ്പോൾ തന്നെ നൈസായിട്ട് പൊടി ഇട്ട് ജീരകം ഇട്ട് പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ചെടുക്കണം. പിന്നെ ഈ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്തതിൻ്റെ ആ എണ്ണയും അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അടച്ച് വെക്കുന്നത്. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിനകത്ത് തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പം വെള്ളം അതെല്ലാം തോത്തിയാണ് എടുക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അടച്ചു വെച്ച് വേവിച്ചു. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് എന്തുവായെന്ന് നോക്കാം. അപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കിയൊന്ന് നോക്കാം അതിൻ്റെ പരുവ് എങ്ങനെയായി, വെള്ളമൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ജീരകവും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. എനിക്കിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിട്ടാണ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഈ അരപ്പും കൂടി ഇട്ടിട്ട് വെള്ളമുണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് ഇതിനകത്ത് പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നൊക്കെ തോത്തിയെടുക്കുക. ഇത്
ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കടുക് വറുക്കുമ്പോൾ കറിവേപ്പില ഇടാം. ഇപ്പം ഞാൻ അതിന് അവസാനമാണ് കറിവേപ്പില ഇട്ടത്. കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോഴത്തേന് നമ്മളുടെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്ന തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.